ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഇത് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായത്, നമ്മൾ തെങ്ങിൻ്റെ മണ്ണിലൊക്കെ കാണുന്ന ഒരു നെറ്റ് പോലെ സാധനമാണ് കേട്ടോ. ഈ കൊതമ്പിൻ്റെ ഒക്കെ അടുത്തായിട്ട് എനിക്ക് കറക്റ്റായിട്ട് പേര് അറിയത്തില്ല, നിങ്ങളവിടേക്ക് എന്താ പറയുന്നത് എനിക്ക് അറിയില്ല ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് വെച്ചാൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വീട്ടിലേക്ക് പോകുമ്പോൾ എന്നും പറയുന്നപ്പോൾ വെച്ചാൽ ആർക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്, അടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ എന്താ ഫസ്റ്റിന് ജസ്റ്റ് ഇതിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കത് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും, കത്തിരി കൊണ്ട് കട്ട് ചെയ്യാനായിട്ട് സുഖമായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങളുടെ അവിടേക്ക് എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല എൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഈ സാധനം കണ്ടിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല, നമ്മൾ കത്തിച്ച് കളയാണ് പതിവ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ല നല്ല ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ അതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒരു പെറ്റലിൽ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സിമ്പിളായിട്ടുള്ള മോഡൽസ് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് നമ്മുടെ തേങ്ങയുടെ ക്യാപ്പ് വെച്ചിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ തെങ്ങിൻ്റെ പൂവില്ലേ, ആ ഒരു പൂവ് വെച്ചിട്ടും ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, അതുപോലെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഞാൻ എന്താ ഇത്രയും പെറ്റൽസ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനൊക്കെ പെയിൻറ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഓറഞ്ചും അതുപോലെ തന്നെ ഗോൾഡൻ ആണ് കേട്ടോ. ഈ രണ്ട് കളേഴ്സിനാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം കളേഴ്സ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് കളർ എടുക്കുന്ന ഒരു ബോർഡാണ്. അതാണ് ഇങ്ങനെ ഒരു ഈ കളർ ഇങ്ങനെ ഇത്രയധികം വൃത്തിയായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് പെല്ലസിലേക്ക് കളർ അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഓറഞ്ച് അടിച്ച് കൊടുത്തിട്ട് ഷെയ്ഡ് ഇങ്ങനെ ഒരു ഗോൾഡനും ഓറഞ്ചും ഷെയ്ഡ് അടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അടിച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ഓറഞ്ച് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വൈറ്റ് കൊടുക്കാതിരുന്നത്. ശരിക്കും നമ്മൾ ലൈറ്റ് കളേഴ്സൊക്കെ അടിച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു സംഭവമില്ല, ആ ഒരു നെറ്റിമ്മയ്ക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ വൈറ്റ് കളർ അടിച്ച് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് അടുത്ത കളേഴ്സൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു കളർ ഇതിന് മാച്ചാണ്, പ്രത്യേകിച്ച് ഒരു ഡൾനെസ് ഒന്നും എനിക്ക് തോന്നിയിട്ട് അത് ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് അടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അടിക്കുമ്പോൾ വേറെ കളേഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ, ലൈറ്റ് കളേഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ വൈറ്റ് ആദ്യം അടിച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ അടിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ സംഭവത്തിൽ പ്രത്യേകത തോന്നുന്നു, നമുക്ക് പെട്ടെന്ന് തന്നെ പെയിൻ്റ് അടിക്കാനായിട്ട് പറ്റുന്നുണ്ട്, നല്ലൊരു സ്മൂത്ത് ആയിട്ട് തന്നെ ഷെയ്ഡൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പെറ്റൽസ് ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു റിങ്ങിനെ കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കാം കേട്ടോ, കട്ടിയുള്ള എന്തെങ്കിലും എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഞാൻ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു റിങ്ങും അതുപോലെ നേരത്തെ ന്യൂസ് പേപ്പർ റോൾസും ഞാൻ എന്താ ബ്ലാക്ക് കളർ അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ റിങ് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും കളർ അടിക്കണം, ഞാൻ പറയാനായിട്ട് വിട്ടുപോയതാണ്. രണ്ട് ഭാഗത്തും പെയിൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഒരു റിങ്ങിൻ്റെ ചെറിയ സർക്കിൾ ചെയ്ത് അടുക്കത്തെ സർക്കിൾ, ആ ഒരു സർക്കിളിൻ്റെ അത്രയ്ക്ക് നമ്മുടെ ഒരു ന്യൂസ് പേപ്പർ സ്റ്റിക്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് റോൾസ് ഞാൻ എന്താ പറയുക ഫുള്ളായിട്ട് പെയിൻറ്റ് അടിച്ചില്ല കേട്ടോ. ചില ഭാഗങ്ങളിലൊക്കെ പെയിൻറ്റ് അടിക്കാൻ വിട്ടിട്ടുണ്ട്, അത് അത്ര ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണ് കേട്ടോ. നല്ല ഭാഗങ്ങൾ മാത്രം പെയിൻറ്റ് അടിച്ച് എടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ എന്താ ഒരു സർക്കിളിൻ്റെ ആ ഒരു അളവിൽ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത സ്റ്റിക്സ് ഒക്കെ ഇതിലേക്ക് അങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഒട്ടിക്കുന്ന പോലെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ സ്റ്റിക്ക് കട്ട് ചെയ്യുമ്പോൾ ആ സർക്കിളിനേക്കാളും കുറച്ചും കൂടിയും വലിപ്പം കൂട്ടി കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ചായിരിക്കണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ചെറിയൊരു റിംഗ് ആണ്, കാണുമ്പോൾ അത്യാവശ്യം വലുതായിട്ട് തോന്നുന്നുണ്ടായിരിക്കും, എന്നാലും ചെറിയൊരു റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം അങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റോ ദാ ഇതുപോലെ വെക്കുക കേട്ടോ. ഓരോത്തിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം കംപ്ലീറ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ റിങ് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റിങ്ങുമ്പോൾ നമ്മുടെ ആ ഒരു ഗ്ലൂവിൻ്റെ ഒരു കളർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ബ്ലാക്ക് വെച്ച് ഒന്ന് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കളറൊക്കെ ഒന്ന് പോയി കിട്ടും. അതുപോലെ നമ്മൾ നേരത്തെ ഡ്രൈ ആക്കാനായിട്ട് വെച്ച് നമ്മുടെ പെറ്റൽസ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇതൊക്കെ ഇതിലേക്ക് അങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഓരോ പെറ്റൽസായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി ഡള്ളാവുന്നു, പക്ഷെ നന്നായിട്ട് തന്നെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഓരോ പെറ്റൽസ് ഇതിലേക്ക് അങ്ങ് ഒട്ടിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ മോഡലിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈനിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാം ഇതിലേക്ക് അങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ ഞാൻ അവിടെ യൂസ് ചെയ്തത് ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്യുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂ ഉണങ്ങി കഴിഞ്ഞാൽ ഒരു യെല്ലോ കളർ വരും, പിന്നെ നമ്മൾ രണ്ടാമത് ബ്ലാക്ക് ഒക്കെ അടിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലത് ഫെവിക്കോളാണ്. കുറച്ച് ടൈം എടുക്കും, എന്നാലും നല്ലത് ഫെവിക്കോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇത്രയും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം ഒട്ടിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിലെ കാണാനായിട്ട് ആ ഒരു നെറ്റാണെന്ന് തോന്നില്ല. അപ്പോൾ ഞാനിട്ട പേരാണ് കേട്ടോ തെങ്ങിൻ്റെ ഈ നെറ്റ് എന്നുള്ളത്. അപ്പോൾ കാണുമ്പോൾ അതുപോലെ ഉണ്ടല്ലോ കാണാനായിട്ട്. ഇനി ഞാൻ എന്താ കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് 1-2 ബീഡ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ട്. ഇനി ജസ്റ്റ് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനത് ഡ്രൈ ആക്കാനായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ വൂളൻ ത്രെഡ്സ് ഇല്ലേ, അതിൻ്റെ കുറച്ച് ത്രെഡ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 എണ്ണമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ 3 പെറ്റൽസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ അതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കത്രിക വെച്ചിട്ട് ഒന്ന് ഹോളിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ത്രെഡ് ഒന്ന് അതിലേക്ക് കടത്തിയിട്ട് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു വാൾ ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു ഹാങ്ങിങ് സെറ്റ് ചെയ്യാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അടിയിലേക്ക് ഞാൻ എടുക്കുന്നില്ല, അത് സെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നമ്മളുള്ള ആ ഒരു ബീഡില്ല, ആ ഒരു മണി ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാനിത് 3 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു റിങ്ങിലേക്ക് ഒടിച്ച് കൊടുത്താൽ മതി. പക്ഷേ നമ്മുടെ ഈ റിങ് നല്ല ഡ്രൈ ആയിട്ടില്ല, കുറച്ചും കൂടി ടൈം എടുക്കുന്നുണ്ട് ഡ്രൈ ആവാനായിട്ട്. അപ്പോൾ ഞാനിതാ അതിനൊക്കെ മുമ്പ് എൻ്റെ ബാക്കിൽ ഒടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ ആവാത്താലും തിരിച്ച് പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം സെല്ലോ ടേപ്പ് വെച്ച് അങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ ഒരു സെല്ലോ ടേപ്പ് വെച്ചൊന്ന് ബാക്കിൽ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഒട്ടിക്കണത് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നോളും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ടൈമില്ലാത്ത കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് അത് ഡ്രൈ ആയതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് ത്രെഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഹാങ് ചെയ്യാനുള്ള ഹാങ്ങർ സെറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാനായിട്ട് ശ്രമിക്കട്ടെ, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം അതുപോലെ തന്നെ സെല്ലോ ടേപ്പ് വെച്ച് അങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു തെങ്ങിൻ്റെ ഒരു നെറ്റൊന്നും ആരും വെറുതെ അങ്ങനെ കളയൊന്നും വേണ്ട, പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇത് വെച്ച് ഇങ്ങനത്തെ ഒരു യൂസ്ഫുൾ ആയിട്ട് ക്രാഫ്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കും, നല്ല ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കിട്ടിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഫ്രണ്ട്സിനും ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അങ്ങ് നേരത്തെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ഓൾ ആൻഡ് ബൈ.